أنه كان في بني إسرائيل رجل فاسق بنو إسرائيل മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ ബനു ഇസ്രായേലിലെ ജനങ്ങളിൽ ഒരു ഫാസിഖായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ദുർനടപ്പ് നടത്തുന്നവൻ, തെമ്മാടി, ധിക്കാരി, തോന്നിവാസിയായ ഒരാൾ ജീവിച്ചിരുന്നു. وكان لا يمتنع عن الفسق حتى ضج أهل بلده. ആ രാജ്യത്തെ ജനങ്ങൾ ആ ഫാസിഖിനെ കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾ ആ ഫാസിഖിനെ കൊണ്ട് പൊറുതിമുട്ടി. അയാളെ തെമ്മാടിത്തരത്തിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് അയാളെ ഒന്നും മാറ്റാൻ പല ശ്രമവും നടന്നില്ല. അവസാനം ആ ജനങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹുവിലേക്ക് പരാതി ബോധിപ്പിച്ചു എന്ന് പറഞ്ഞ അവർ ദുആയിരുന്നു. നാട്ടിലെ കുറെ തെമ്മാടിത്തരവും അക്രമിത്തരവും കാണിച്ച് ജീവിച്ച ആ നാട്ടിലെ ജനങ്ങൾ നമുക്കെതിരായി ദുആരക്കൂലേ? ആ രാജ്യത്തെ ജനങ്ങൾ അല്ലാഹുവിനോട് ദുആയിരുന്നു ഇവന്റെ ശർറിൽ നിന്നൊന്ന് സലാമത്ത് കിട്ടാൻ. ഫഔഹല്ലാഹു തആല ഇലാ മൂസാ ബിസബബി ഫിസ്ഖിഹി. ആ നാട്ടിലെ പ്രവാചകരായ ബനൂ ഇസ്രായേലിലെ അന്നത്തെ പ്രവാചകരായ മൂസ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? അന്ന ഫീ ബനീ ഇസ്രായേൽ ശാബൻ ഫാസിഖാ. മൂസ, ഒരു സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് ഒരു ഫാസിഖായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ട്. ചെറുപ്പക്കാരനാ, ഒരു ഫാസിഖായ തെമ്മാടി ജീവിച്ചിരിപ്പുണ്ട്. ഓ മൂസ നബിയേ, ഫഅഖ്രിജുഹു മിൻ ബലദിഹിം ഹത്താ ലാ തഖഉ അലൈഹിമുന്നാർ. നീ അവിടെ പോണം, ആ നാട്ടിൽ ചെന്നിട്ട് തെമ്മാടി ആ നാട്ടിൽ നിന്ന് പായിക്കണം, അവിടെ നോട്ടിക്കണം, അവിടെ നിർത്തരുത് ആ നാട്ടിൽ. കാരണം ആ നാട്ടിൽ എന്റെ അദാബ് തീന ഞാൻ ഇറക്കും. അവൻ ഇനി ആ നാട്ടിലുണ്ട് എങ്കിൽ അത്രത്തോളം ആ രാജ്യത്തെ ജനങ്ങള് അവനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫജാഅ മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ നാട്ടിൽ ചെന്നു. ഫഅഖ്റജഹു, ആളെ കണ്ടുപിടിച്ചു പുറത്താക്കി. ഓടാന്ന് പറഞ്ഞു. മൂസ നബിയുടെ സ്വഭാവം അറിയുന്ന ഒരാൾ രണ്ടാമതൊന്ന് പറയിപ്പിക്കാൻ നിൽക്കൂല. മൂസ നബി അലൈഹിസ്സലാം അവനെ പായിച്ചു. അവിടെ നിന്ന് അവിടുന്ന് വേറൊരു നാട്ടിലേക്ക് അയാൾ പോവുകയാ. അല്ലാഹു പറഞ്ഞു അവിടെയും അവനെ നിർത്താൻ പറ്റൂല, ആ രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, അവിടുന്നും പായിക്കും മൂസ എന്ന് പറഞ്ഞു. അവിടുന്ന് ഓടിക്കാൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പോയിട്ട് അവിടുന്ന് ആ ചെറുപ്പക്കാരനെ പായിച്ചു വിടുകയാ. ഫഖറജ ഇലാ മവാസ. അയാൾ അങ്ങനെ ഓടാണ്. മൂസ നബിയെ പേടിച്ചിട്ട് അയാൾ ഓടി 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 ഓടി. അയാളൊരു മവാസ എന്ന് പറഞ്ഞാൽ തരിശുഭൂമി. തരിശുഭൂമി. ലൈസ ഫീഹാ ഖൽഖുൻ വലാ സർഉൻ വലാ വഹൂശുൻ വലാ തുയൂറുൻ. ആളില്ല, വന്യമൃഗങ്ങളില്ല, അതുപോലെ പക്ഷി പറവ ജാതികളില്ല, വൃക്ഷങ്ങളില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നാട്ടിലേക്ക് ഈ മനുഷ്യൻ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും തിന്നാനുണ്ടോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഫമരിദ. ഇനിയാണ് വിഷയം കേട്ടോ. ഫമരിദ. അല്ലാഹുവിന്റെ കാരുണ്യം പറയാൻ പോവാൻ. പടച്ച റബ്ബ് ഒരു മനുഷ്യനെ പരീക്ഷിച്ചാൽ ആ പരീക്ഷയുടെ അവസാനം അല്ലാഹു വിജയം നൽകും. ഫമരിദ. അവിടെ വെച്ച് അയാൾക്ക് രോഗം ബാധിക്കുകയാണ്. ആ തരിശുഭൂമിയിൽ വെച്ചിട്ട് അയാൾക്ക് രോഗം ബാധിച്ചു, ശക്തമായ രോഗം ബാധിച്ചു. കുറേ ദിവസങ്ങളിൽ രോഗിയായി തന്നെ കിടന്നു. ആ മനുഷ്യനെ സഹായിക്കാൻ അവിടെ മറ്റൊരാളില്ല. സങ്കടം കൊണ്ട് അയാളതാ രോഗം മൂർച്ഛിച്ചു. അയാൾ ആ തരിശു മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് അയാൾ മറിഞ്ഞു വീഴുകയാണ്. ആ മണ്ണിലേക്ക് അയാളെ തല ചാഞ്ഞു ചെന്നു വീണു. വഖാല, എന്നിട്ട് അയാൾ ഇങ്ങനെ പറയുകയാണ്, ലൗകാനത്ത് വാലിദതി ഇന്ദ റഅസി ലറഹമതിനി
പടച്ചറബേ ലൗകാനത്ത് വാലിദതി, എന്റെ ഉമ്മ, എന്റെ പെറ്റുമ്മ, എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആപ്പുണ്ട്, ഒക്കെ ഈ ചെറുപ്പക്കാരനുണ്ട്. എല്ലാം എവിടെയാണ്? ഇയാളെ നാട്ടിലാണ്. അപ്പൊ ഇയാൾക്ക് രോഗം ബാധിച്ച് ആരും സഹായിക്കാനില്ലാതെ രോഗിയായി വിഷമത്തില് മണ്ണിലങ്ങ് വീണപ്പോ അയാള് വിളിച്ചു പറയുകയാണ്, ലൗകാനത്ത് വാലിദതി ഇന്ദ റസീല റഹ്മത്തിനി. പടച്ചറബേ, എന്റെ പെറ്റുമ്മ, എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ വാത്സല്യ നിധിയായ എന്റെ ഉമ്മ എന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലറഹ്മത്തിനി, എന്റെ ഉമ്മയുടെ സാന്ത്വനോ, എന്റെ ഉമ്മയുടെ റഹ്മത്ത്, കരുണ, എന്റെ ഉമ്മയുടെ ആശ്വാസത്തിന്റെ തലോടലുകള് എനിക്ക് ലഭിക്കുമായിരുന്നല്ലോ അല്ലാ. ഇവിടെ എന്റെ ഉമ്മയില്ലേ അല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സാന്ദർഭികമായി എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, കൊച്ചുമക്കളോട് ഞാൻ പറയട്ടെ, ഉമ്മമാരെ വാപ്പമാരെ ആദരിക്കാനും ബഹുമാനിക്കാൻ പഠിക്കണം. ഉമ്മമാരെന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ പുണ്യസാഗരമാണ് കേട്ടോ. അതേ, വാക്കുകളിൽ ഒതുങ്ങാത്ത നിർവചനങ്ങളുടെ മഹാസാഗരമാണ് ഉമ്മ. പകരം വയ്ക്കാനില്ലാത്ത പുണ്യസാഗരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. ആ ഉമ്മയുടെ സ്നേഹത്തെക്കാളും തലോടലിനെക്കാളും പ്രാർത്ഥനയെക്കാളും ഏറ്റവും വലിയ രക്ഷാ കവചം അല്ലാഹുവിന്റെ ഉലകത്തിൽ വേറെ ഇല്ല. അതേ, നമ്മൾ നടക്കുന്ന, പോകുന്ന, ഇരിക്കുന്ന വഴികളില് തണൽ മരങ്ങളാണ്, മർമരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. നമ്മൾക്ക് രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മളെ അവരുടെ മാറിടത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവരുടെ മൃദുലമായ കൈത്തലങ്ങൾ കൊണ്ട് തഴുകിത്തരുന്ന തലോടലുണ്ടല്ലോ, അതിനോളം സാന്ത്വനം അല്ലാഹുവിന്റെ ഉലകത്തിൽ വേറെ ഇല്ലേ? ഇല്ല. നമ്മുടെ ജീവിതം മുഴുവനും അവരുടെ കഷ്ടപ്പാടിന്റെ അടയാളപ്പെടുത്തലുകളാണല്ലേ. ലോകത്തെ ഒരു നിഘണ്ടുവിനും അർത്ഥം പറയാൻ കഴിയാത്ത മഹാ അത്ഭുതമാണ് ഉമ്മ. ഒരു സാമൂഹിക ശാസ്ത്രത്തിനും ആ സൃഷ്ടി വൈഭവത്തെ നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓ മനുഷ്യ, നീ കണ്ടുപിടിച്ച നിന്റെ ഒരു ഉപകരണത്തിനും ഒരു അളവുകോലിനോ അവരുടെ സ്നേഹത്തെ അളക്കാൻ പറ്റൂല. പറ്റോ? പറയേ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ വിലയറിയുള്ളൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ രോഗിയായി ആ വിജനമായ തരിശുഭൂമിയുടെ മണ്ണിൽ അങ്ങനെ വീണിട്ട് ആഗ്രഹിച്ചു പോയി, പടച്ചോരേ ലൗകാനത്ത് വാലിദതി ഇന്ദ റസീല റഹ്മത്തിനി. എന്റെ ഉമ്മ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് തലോടുമായിരുന്നല്ലോ. അല്ലാ വലബക്കത്ത് അലാ മുദില്ലതി, എന്റെ ഈ വേദനയുടെ, ഈ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ എന്റെ അടുത്തിരുന്ന് അവർ കരയുമായിരുന്നല്ലോ. അല്ലാ വലൗ കാന വാലിദി ഹാദിറൻ ലആനനി വതവല്ലാ അംരി. എന്റെ വാപ്പയും എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ വതവല്ലാ അംരി, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ വാപ്പ ഏറ്റെടുക്കുമായിരുന്നല്ലോ. അല്ലാ വലൗ കാനത്ത് സൗജതി ഹാദിറതൻ ലബഖത് അലാ ഫിറാഖി. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കൂടെയില്ല, എന്റെ അടുത്തവൾ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഭാര്യ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ലബഖത് അലാ ഫിറാഖി, എന്റെ വേർപാടിന്റെ നൊമ്പരത്താൽ അവളും കരയുമായിരുന്നല്ലോ. അല്ലാ വലൗ കാന ഔലാദി ഹാദിരീന ഇൻദി ലബഖൗ ഖൽഫ ജനാസതി. എന്റെ മക്കൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോയാലും എന്റെ ജനാസ
ജനാസയുടെ അടുത്ത് വന്നിരുന്നിട്ട് അവർ ദുആ ഇറക്കുമായിരുന്നല്ലോ. അല്ലാ, ഞാനൊരു പാവിയായി പോയത് കൊണ്ട്, ദോഷിയായി പോയത് കൊണ്ട് പ്രവാചകരായ മൂസയെ കൊണ്ട് നീ എന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കും അവിടെ നിന്നും ഇവിടെ ഈ തരിശു ഭൂമിയിലേക്കും നീ എന്നെ ആട്ടിയോട്ടിച്ചല്ലോ അല്ലാ. എന്നിട്ടൊരു ദുആ മണ്ണിൽ കിടന്നുകൊണ്ട് ആകാശത്തിലേക്ക് കണ്ണുയർത്തിട്ട്, ആൾ ഫാസിഖാണ് അല്ലേ, തെമ്മാടിയാണ്, പക്ഷെ രോഗിയായി പോയി, ആരും സഹായത്തിനില്ല. അയാളൊരു ദുആ ആയിരുന്നു പടച്ചവനോട്, അല്ലാഹുമ്മ ഖതഅതനി അൻ വലിദയ്യ വ ഔലാദി വ സൗജതി, പടച്ചവനേ നീ എന്നെ എൻ്റെ ഉമ്മയിൽ നിന്ന്, അപ്പയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്നെല്ലാം ദൂരത്താക്കി അവരുടെ സ്നേഹവും കാരുണ്യവുമെല്ലാം നീ എൻ്റെ ഫിസ്ക് കൊണ്ട്, എൻ്റെ ദോഷം കൊണ്ട് മുറിച്ചു കളഞ്ഞു. പക്ഷേ അല്ലാഹുവേ, ഇനി നിന്നോട് ചോദിക്കാൻ പറയാനൊന്നേ ഉള്ളൂ. ഫലാ തഖ്തഅരി മിൻ റഹ്മത്തില്ലാഹ്. അല്ലാ, അവസാനമായി റബ്ബേ നിന്നോട് ഞാൻ താണു വീണ് പറയുകയാണ്, ഫലാ തഖ്തഅനി മിൻ റഹ്മത്തില്ലാഹ്, നിന്റെ റഹ്മത്തിൽ നിന്ന് നീ എന്നെ ഇനി അവസാനം അതുകൂടെ മുറിച്ചു കളയല്ലേ അല്ലാ. നിന്റെ ഭാരമായ റഹ്മത്തിനെ കൂടി നീ മുറിക്കല്ലേ അല്ലാ. അയാളങ്ങനെ റബ്ബിനോട് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഫഅർസലല്ലാഹു തആല ലഹു ഹൗറാഅ അലാ സിഫത്തി ഉമ്മിഹി. ആ മനുഷ്യന്റെ അടുത്തേക്ക് അതാ അല്ലാഹു ജല്ല ജലാലു അവന്റെ പെറ്റുമ്മാന്റെ കോലത്തില്, ഉമ്മാന്റെ കോലത്തില്, രൂപത്തില് അല്ലാഹു ഒരു സ്വർഗ സ്ത്രീയെ അയക്കുന്നു. ഖാല റസൂലുള്ളാഹി. ഇതാരാ പഠിപ്പിക്കുന്നത്? നബി മുഹമ്മദ് മുസ്തഫ, ലോകപ്രശസ്തനായ പണ്ഡിതൻ ഇമാമുന അബൂ ഹബീബിനുൽ ഗസാലി തങ്ങൾ അവിടുത്തെ വിശ്വവിഖ്യാതമായ കാശിഫയിൽ കൊണ്ടുവന്ന ചരിത്രമാണ്. അതാ അല്ലാഹു ജല്ല ജലാലു ആ മനുഷ്യന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കോലത്തിൽ ഒരു സ്വർഗ സ്ത്രീയെ അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കോലത്തില് മറ്റൊരു സ്വർഗ സ്ത്രീയെ അല്ലാഹു അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളെ കോലത്തില് രണ്ട് സ്വർഗത്തിലെ കുട്ടികളെ അല്ലാഹു അയക്കുകയാണ്. ഒരു മലകിനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാപ്പാടെ കോലത്തില് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഫജലസു, അവർ ചുറ്റുഭാഗവും വന്നിരുന്നു. എന്നിട്ട് ആ പ്രിയപ്പെട്ട മകനെ തലോടി കൊടുത്തു. ആ മകന്റെ വേർപാടിൽ അവർ ദുഃഖിച്ചു, സങ്കടപ്പെട്ടു, അവർ ദുആ ഇറക്കുകയാണ്. അവസാനം ഈ മനുഷ്യൻ പറയാണ്, പടച്ചവരെ, ഇന്ന ഹാദാ വാലിദീ വ വാലിദതീ വ സൗജതീ വ ഔലാദി. അല്ലാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ ഉമ്മയെ ചോദിച്ചു, അപ്പയെ ചോദിച്ചു, മക്കളെ ചോദിച്ചു, ഭാര്യയെ ചോദിച്ചു. നീ എനിക്കിതാ അവരെ മുഴുവനും എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുകയാണല്ലോ അല്ലാ. വതാബ ഖൽബുഹു, ഖൽബ് നിറഞ്ഞു ആ മനുഷ്യന്റെ. സന്തോഷമായി സ്വന്തം പെറ്റുമ്മ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് വന്നിരുന്ന് തലോടി കൊടുത്ത ഏത് പൊന്നുമോനാണ് സാന്ത്വനം ലഭിക്കാതിരിക്കുക അല്ലേ? വാപ്പ തലോടി കൊടുത്താൽ ഭാര്യ അടുത്തുണ്ടെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു. കേൾക്കണേ, അവസാനമിതാ വവസല ഇലാ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആ മനുഷ്യന്റെ ആത്മാവിങ്ങനെ പറന്നുയരുകയാണ്. താഹിറൻ മഗ്ഫൂറൻ ലഹു, നല്ല പരിശുദ്ധി നേടി, പാപപരിശുദ്ധി നേടി, ഒരു തെറ്റും ബാക്കിയില്ലാതെ ഈമാനുള്ളവനായി അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് പറന്നുയരുന്നു. ഫഔഹല്ലാഹു തആല ഇലാ മൂസ അലൈഹിസ്സലാം. മൂസ നബി അവിടെ ഇല്ലല്ലോ, മൂസ നബി വായിച്ചു വിട്ടിട്ട് പോയതല്ലേ. അല്ലാഹു മൂസ നബിക്ക് വഹി അറിയിക്കുകയാണ്. ഇദ്ഹബ് ഇലാ മബാസത്തിൻ ഖദാ. മൂസ പോണേ മൂസ,
നീ ഇന്ന സ്ഥലത്ത് മവാസത്തിൽ വിജനമായ തരിശു ഭൂമിയിൽ നീ പോകണോ, അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് ഫഇന്നഹു മാത വലിയും മിൻ ഔലിയാഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ അവിടെ മരിച്ചു കിടപ്പുണ്ട്. മൂസ നീ അവിടെ ചെല്ലണോ. ഫഅ്ലുറുഹു വതവല്ല അംറഹു വബാറാ, നീ അവിടെ ചെന്നിട്ട് ആ മയ്യത്തിന്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കണോ. ആ മയ്യത്തിനെ നീ കുളിപ്പിക്കണോ, ആ മയ്യത്തിനെ നീ ദഫൻ ചെയ്യണോ, ആ മയ്യത്തിനെ നീ ഖബറടക്കണോ, ആ മയ്യത്തിനെ നീ നിസ്കരിക്കണോ. ആ മയ്യത്തിന്റെ കാര്യങ്ങളല്ല നീ ചെയ്യണം. മൂസാ നബി മുഹമ്മദ് മുസ്തഫ ഫലമ്മാ ഹളറ മൂസാ അലൈഹിസ്സലാം, മൂസാ നബി പോയി. അല്ലാഹു പറഞ്ഞല്ലേ മൂസാ നബി അലൈഹിസ്സലാം പോവുകയാണ്. ആ സ്ഥലത്ത് മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോയി. എന്നോ അട്ടിപ്പായിച്ച് വിട്ട ഫാസിഖാണെന്ന് അല്ലാഹു പറഞ്ഞ, തെമ്മാടിയാണ് നാട്ടുകാർ പറഞ്ഞ മനുഷ്യനെയാണ് മയ്യത്തായി അവിടെ കിടക്കുന്നത് കണ്ടത്. ആ മനുഷ്യന് മാത്രമല്ല കാണുന്നത്, പിന്നെയോ മൂസാ നബി പ്രവാചകരല്ലേ, മുഅ്ജിസത്തിന്റെ കണ്ണാണ്, അത്യത്ഭുതത്തിന്റെ കണ്ണാണ് പ്രവാചകന്മാരെ കണ്ണ്. ആ മനുഷ്യൻ കണ്ട പോലല്ല മൂസാ നബി കണ്ടത്. മൂസാ നബിയോ ആ മനുഷ്യന്റെ ചുറ്റുഭാഗത്ത് സ്വർഗ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടത് കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചു, പടച്ചവനോട് ചോദിച്ചു, പടച്ചവനെ നിന്റെ കൽപ്പന കൊണ്ടല്ലേ ഇവൻ തെമ്മാടിയാണ് തോന്നിവാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നാട്ടിൽ നിന്ന് ഈ മനുഷ്യനെ പായിച്ചത്. ഇപ്പൊ ഇതാ നീ പറയുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനായ വലിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും ഇതാ സ്വർഗ സ്ത്രീകൾ ഇരിക്കുന്നല്ലോ. അല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു മറുപടി പറയാണ്, മൂസാ കേട്ടോ, അല്ലാഹുവിന്റെ റഹ്മത്ത്, പടച്ചവന്റെ കാരുണ്യം കേൾക്കണേ സഹോദരാ, ചെറുപ്പക്കാരാ. അല്ലാഹു ജല്ല ജലാലു മൂസാ നബിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, ഇന്നി റഹംതുഹു വതജാവസതു അൻഹു ബിയനീനിഹി. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ ഒരൊറ്റ തേങ്ങലുണ്ടല്ലോ മൂസാ, ആ തേങ്ങ കൊണ്ട് സങ്കടം കൊണ്ട് ഇന്നി റഹംതുഹു, ഞാനാകുന്ന പടച്ച റബ്ബ് ആ മനുഷ്യനോട് റഹ്മത്ത് ചെയ്തു പോയി, കരുണ ചെയ്തു പോയി മൂസാ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ അടുത്തേക്ക് സ്വർഗ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഉമ്മയായി ഭാര്യയായി, സ്വർഗ കുട്ടികളിൽ രണ്ടുപേരെ മക്കളായി, ഒരു മലക്കിനെ അദ്ദേഹത്തിന്റെ വാപ്പയായിട്ട് ഞാൻ അയാൾ അടുത്തേക്ക് അയക്കുകയോ അവരുടെ സ്ഥലോടലുകൾ സ്വാന്തനം ആ മനുഷ്യന് ലഭിക്കുകയും ചെയ്തു. ഈ രീതിയിലെല്ലാം ഈ മനുഷ്യനോട് ഞാൻ കരുണ ചെയ്യാൻ കാരണം ഫഇന്നഹു ഇദാ മാതൽ ഗരീബ് ബഖാ അലൈഹി അഹ്ലുസ് സമാവാതി വ അഹ്ലുൽ അർളി, അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ഈ ഒറ്റപ്പെടൽ, ഏത് ഈ തരിശായ ഭൂമിയിൽ, ഈ മരുഭൂമിയിൽ ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ, തരിശ് ഭൂമിയിൽ അയാൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ബഖാ അലൈഹി അഹ്ലുസ് സമാവാതി വ അഹ്ലുൽ അർള്, ആകാശലോകത്തുള്ള മലക്കുകളും ഭൂമി ലോകത്തുള്ള ജീവികളും മുഴുവനും കരഞ്ഞുപോയി മൂസാ. അതുകൊണ്ട് കേൾക്കണേ അല്ലാഹു പറയാൻ, അതുകൊണ്ട് എന്റെ സൃഷ്ടികള് ആകാശവും ഭൂമിയും ആകാശഭൂമിയിലുള്ള സകലരും ഈ മനുഷ്യന്റെ സങ്കടമോർത്ത് നിലവിളിച്ച് കാരുണ്യം കൊണ്ട് കരഞ്ഞു പോയെങ്കിൽ ഞാൻ ആരാ മൂസാ? ഫകൈഫ ലാ അർഹമുഹു വഅന അർഹമുർ റഹീമീൻ. ഞാനല്ലയോ ഈ ഉലകത്തിന്റെ ഉടമസ്ഥന്, ആ റബ്ബായ ഞാൻ എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാനായ, കരുണാവാരിധിയായ, കരുണാമയനായ ഞാൻ എങ്ങനെയാണ് ആ മനുഷ്യനോട് കരുണ ചെയ്യാതിരിക്കുക?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നമ്മൾ പഠിച്ചത് ഈ ചരിത്രത്തിൽ നിന്ന്? അല്ലാഹു ജല്ല ജലാലു എത്ര പാപിയാകട്ടെ ദോഷിയാകട്ടെ അവസാന സമയം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ബലാവുകൾ അതിന് ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു ഖൈർ നൽകും, ആഖിറത്തിലും നൽകും. ഇതിന് തെളിവാണ് ഈ ചരിത്രം സഹോദരാ. ബഹുമാനപ്പെട്ട അബുൽ ഫർജ് ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി തങ്ങള് അവിടുത്തെ സിഫത്തു സഫുവയിൽ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 3 വരികൾ നമുക്ക് പാടിത്തരികയാണ്. യാ റബ്ബി ഇൻ അൽമത ദുനൂബി കസ്റതഹാ ഫലഖദ് അലിംതു ബി അന്ന അഫ്വാക അഅ്ലമു. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഞാനും നിങ്ങളും പടച്ച റബ്ബിനെ വിളിക്കേണ്ട വിളിയാണ്. റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി എപ്പോഴും അല്ലാഹനെ വിളിക്കേണ്ട വിളിയാണ്. യാ അല്ലാഹ് യാ റബ്ബി ഇൻ അൽമത ദുനൂബി കസ്റതാ, പടച്ചവനെ എന്റെ പാപങ്ങള് പരിധി വിട്ടു പോയിട്ടുണ്ട് അല്ലാഹ്, എന്റെ ദോഷങ്ങൾ പരിധി വിട്ടു പോയിട്ടുണ്ട് അല്ലാഹ്. ഒരുപാട് ദോഷങ്ങൾ, പാപങ്ങള് എണ്ണമില്ലാത്തത് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഫലഖദ് അലിംതു ബി അന്ന അഫ്വാക അഅ്ലമു, നിന്റെ മാപ്പ്, നിന്റെ വിടുതല്, നിന്റെ അഫ്വ്, നിന്റെ മാപ്പ് എന്റെ പാപത്തെക്കാളും എത്രയോ വലുതാണല്ലോ അല്ലാഹ്, എന്റെ ദോഷത്തെക്കാളും എത്രയോ വലുതാണ് നിന്റെ മാപ്പ് അല്ലാഹ്. അതുകൊണ്ട് ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമൂ. നീ നല്ല ആളുകൾക്ക് മാത്രമല്ലല്ലോ ഗുണം ചെയ്യുന്നത്, നല്ലവരെ നിന്നെ വിളിക്കാവൂ എന്നില്ലല്ലോ അല്ലാഹ്. ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമൂ, എന്നെ പോലത്തെ ദോഷികൾ പിന്നെ നിന്നെയല്ലാതെ, നമ്മൾ ഓരോരുത്തരും പറയേണ്ടതാ, എന്നെ പോലത്തെ പാവികള് ദോഷികള് നിന്നെയല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുക? അതുകൊണ്ട് അദ്ഉക റബ്ബി കമാ അമർത തളർഉആ ഫഇദാ റദത്ത യദി ഫമൻ ദാ യർഹമു. അദ്ഉക റബ്ബി, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ എന്റെ സൃഷ്ടാവായ റബ്ബേ, നിന്നെ ഞാൻ ഇതാ വിളിക്കുകയാണ്. കമാ അമർത തളർഉആ, നീ പഠിപ്പിച്ചതുപോലെ നിന്നോട് ദുആ ഇരക്കണം, നിന്നെ വിളിക്കണം, പ്രാർത്ഥിക്കണമെന്ന് നീ പഠിപ്പിച്ചതുപോലെ നിന്നെ ഞാൻ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫഇദാ റദത്ത യദി ഫമൻ ദാ യർഹമു, പടച്ചവനെ നിന്നിലേക്ക് ഞാൻ കരുണയ്ക്ക് വേണ്ടി നീട്ടിയ ഈ കൈകള്, എന്റെ കരങ്ങള് നീ വെറുതെ മടക്കിയാൽ, ഖായിബാക്കി മടക്കിയാൽ ഫമൻ ദാ യർഹമു, പിന്നെ നീയല്ലാതെ ആരാണ് റബ്ബേ കരുണ ചെയ്യുന്നത്? അല്ലാഹ്, നിന്റെ കാരുണ്യത്തെ തേടിയിട്ട് നിന്നിലേക്ക് ഞാൻ ഉയർത്തിയ കൈകളോ, അത് നീ എന്നെ വെറുതെ അങ്ങ് മടക്കിയാൽ ഫമൻ ദാ യർഹമു, പിന്നെ നീയല്ലാതെ ആരാണ് അല്ലാഹ് എനിക്ക് കരുണ ചെയ്യുന്നത്? റബ്ബേ, അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബേ, സാധുക്കളും പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്, നിന്റെ കാരുണ്യം ഞങ്ങളിൽ എപ്പോഴും ചൊരിഞ്ഞു തരണേ അല്ലാഹ്. ഞങ്ങൾക്കാകെ പ്രതീക്ഷ നിന്റെ കരുണയിലാണ് റബ്ബേ, നിന്റെ റഹ്മത്തിലാണ് അല്ലാഹ്, അല്ലാതെ ഞങ്ങളുടെ ഇബാദത്തിന്റെ വലിപ്പത്തിലല്ലേ അല്ലാഹ്. നല്ലതെന്ന് പറയാ ഒന്നും ഞങ്ങളെ കൈകളിലില്ലേ അല്ലാഹ്, കുറ്റമറ്റതെന്ന് പറയാൻ ന്യൂനതകളില്ലാത്ത ഒരു അമലും ഞങ്ങളെ കൈകളിലില്ലേ അല്ലാഹ്. പിന്നെ ആകെ ഒരേ ഒരു പ്രതീക്ഷ നിന്റെ അപാരമായ കാരുണ്യമാണ് അല്ലാഹ്.
അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യാസമയത്ത് നിന്റെ ഭാരമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഈമാനുള്ള മരണങ്ങൾ നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്.